ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തലവൻ SP ശശിധരനാണ് വാസുവിനെ ചോദ്യം ചെയ്തത്. കട്ടിലപ്പാളിയിലെ സ്വർണം കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. അറസ്റ്റിലായ സുധീഷ് കുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. KSRTCയിൽ പെൻഷൻ വിതരണത്തിന് 74.34 കോടി രൂപ അനുവദിച്ച് സർക്കാർ. ഈ വർഷം ഇതിനകം 933.34 കോടി രൂപ KSRTCക്ക് സർക്കാർ നൽകി. പ്രത്യേക സഹായമായി 350 കോടി രൂപയും പെൻഷൻ വിതരണത്തിന് 583.44 കോടി രൂപയുമാണ് KSRTCക്ക് ലഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ചിരുന്ന 900 കോടി രൂപയ്ക്ക് പുറമെ 676 കോടി അധികമായി കോർപ്പറേഷൻ നൽകിയെന്നും ധനമന്ത്രി. ആലപ്പുഴ ചേർത്തലയിൽ അസ്ഥികൂടം കണ്ടെത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാട് മൂടിയ പ്രദേശത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്. സ്ഥലത്ത് പോലീസ് പരിശോധന തുടരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി ഉപരാഷ്ട്രപതി സംവദിക്കും. നാളെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. കൊല്ലം പുനലൂരിൽ പന്നിപ്പടക്കം കടിച്ച വളർത്തുനായ ചത്തു. കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച പന്നിപ്പടക്കം വളർത്തുനായ കടിച്ചെടുത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുവരികയായിരുന്നു. പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി.